ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന് അതിൻ്റെ ഗ്യാപ്പ് കൂടി പോകുന്നു എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാക്സിമം ആ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, പല ക്ലാസ്സുകളും കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്കുള്ള ഗ്യാപ്പ് കുറേ അധികമാകുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും പല കാര്യങ്ങളും അറിയുവാൻ മറ്റു പല ചാനലുകളെയും ആശ്രയിക്കേണ്ടി വരുന്നുവെന്ന്. ഓക്കെ, സോറി. ഐ ഷാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. കം ഓൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൗ മച്ച് എന്ന വേർഡിന് മീനിങ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ അളവ് അല്ലെങ്കിൽ വലിപ്പത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അളവ് അല്ലെങ്കിൽ വലിപ്പത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഹൗ മച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഹൗ മച്ച് ചേർത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ മച്ച് ചേർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വരുന്ന അർത്ഥ വ്യത്യാസമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹൗ മച്ച് ഈസ് ദീസ് ബാഗ് എന്ന് ചോദിച്ചാൽ, ഹൗ മച്ച് ഈസ് ദിസ് ബാഗ് എന്ന് ചോദിച്ചാൽ അതിന്റെ വില പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഇവിടെ ഈ ഹൗ മച്ച് ഉപയോഗിക്കുന്നത്. ഹൗ മച്ച് ഈസ് ദിസ് ബാഗ്, ഈ ബാഗിന് ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ബാഗിന് എന്തു വിലയാണ് എന്ന്. ഈ ബാഗിന് എന്തു വില, അതായത് വിലയെ കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇവിടെ ഈ ഹൗ മച്ച് ചേർത്തിരിക്കുന്നത്. ഹൗ മച്ച് ഇസ് ദിസ് ബാഗ് മീൻസ് ഈ ബാഗിന് എന്ത് വിലയാണെന്ന്. ഇത് നമ്മളോട് ഈ ബാഗിന് എന്ത് വിലയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ആൻസർ പറയാനും കൂടെ പഠിച്ചിരിക്കണം അല്ലേ? ഹൗ മച്ച് ഇസ് ദിസ് ബാഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന് എങ്ങനെ മറുപടി പറയും? അതിന്റെ ആൻസർ പറയുന്നത് എങ്ങനെ പറയണം? ഇറ്റ് ഈസ് 500 rupees. 500 rupees എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് 500 rupees. ഇറ്റ് ഈസ് 500 rupees മീൻസ് ഇതിന് 500 രൂപ വിലയാണെന്ന്. ഇതിന് 500 രൂപയാണെന്ന് പറയാം. ഇതിന് 500 രൂപയാണെന്ന് പറയുക. 500 രൂപയാണ്. ഓക്കെ, ഇങ്ങനെ അങ്ങ് പറയുന്നു. ഇത് 500 രൂപയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാകും. ഇങ്ങനെ ക്വസ്റ്റ്യനും ആൻസറും കൂടെ പറയുക. എന്നാൽ ഇതിന് നേരെ തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഹൗ മച്ച് ഈസ് ദീസ് ബാഗ് എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം. അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത് എങ്കിൽ മറുപടി പറയുന്നതിനും വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് ഈ ബാഗിന് എന്ത് വിലയാണ് എന്നത് തന്നെ വേറെ രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെയാണത്? ഇതാണ് ഹൗ മച്ച് തന്നെ ചേർത്ത് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാല് അതിനെന്താണ് വില എന്ന്. ഈ ബാഗിന് നമ്മൾ പറയുന്നില്ല, അതിനെന്താണ് വില എന്ന് ചോദിക്കുന്നു. അതിന് എന്താണ് വില? ഒരു സാധനം കാണിച്ചു നമ്മൾ ചോദിക്കുകയാണ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചു. അന്നേരം അതിന്റെ ആൻസർ പറയുമ്പോൾ ഇത് തന്നെയാണ് ഇന്നർ മീനിങ്. എന്തെങ്കിലും ഇതിന്റെ ആൻസർ പറയുമ്പോൾ ഇതിന് വ്യത്യാസം വരും. ഇതിന്റെ ആൻസർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇറ്റ് തുടങ്ങുക. ഇറ്റ് കോസ് 500 rupees. ഇറ്റ് കോസ് 500 rupees എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഇത് അതിനെന്ത് വിലയാണ് എന്ന് ചോദിക്കുമ്പോൾ അതേ ആൻസർ തന്നെ ഇറ്റ് കോസ്റ്റ് 500 rupees എന്ന് പറയുമ്പോൾ അതിന് 500 രൂപയാണ് എന്ന് തന്നെ ഇതിന്റെ ആൻസർ വരും. ഇത് തന്നെയാണ് ആൻസർ. ഇതിന് 500 രൂപയാണ്. ഇറ്റ് കോസ്റ്റ് 500 rupees എന്ന്. ഇതേ രീതിയിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിൽ വരുന്ന ഇനി നമ്മൾ കുറച്ച് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പറയാൻ പഠിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഇതിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്ന ആൻസറും കൂടെ. ഓക്കെ, അതുപോലെ ഒരാൾ വന്ന് നമ്മളോട് പറയാണ് ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാലോ? ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണ് മലയാളത്തില്? ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിതനാണെന്ന്. എനിക്ക് ഭയങ്കര
ക്ഷീണമാണ്, ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയുക നമ്മളോട്. അന്നേരം നമ്മൾ ഇനി മറുപടി പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? നമ്മളും ക്ഷീണിതനാണ് എങ്കിൽ നമുക്കിതിന് അവരോട് യോജിച്ചുകൊണ്ട് ഒരു ആൻസർ പറയാം. എങ്ങനെ പറയാം? സോ ആം ഐ എന്ന് പറഞ്ഞാൽ മതി. സോ ആം ഐ. സോ ആം ഐ എന്ന് പറഞ്ഞാലോ ഞാനും അതെ, ഞാനും അതെ എന്ന് പറഞ്ഞാലോ അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണെന്ന്. സോ ആം ഐ, അങ്ങനെ ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും ക്ഷീണമാണെന്ന്, ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറയും. ഞാനും അങ്ങനെ തന്നെയാണ്. സോ ആം ഐ, അങ്ങനെ തന്നെയാണ് ഞാനും. ഓക്കെ, ഇതിന് ഒറ്റ വാക്ക് ഞാനും എന്ന് പറഞ്ഞാൽ മാത്രമാണേലും ഇതിന് ആൻസർ കിട്ടും കേട്ടോ. ഞാനും ക്ഷീണിതനാണ് എന്ന നേരം ഇത്. പക്ഷേ ഈ കേട്ടിരിക്കുന്ന ആള് ക്ഷീണിതനല്ലെങ്കിലോ എങ്ങനെ പറയാം? ഞാൻ ക്ഷീണിതനല്ല എന്ന് പറയണം. അന്നേരം എങ്ങനെ പറയും? ബട്ട് ഐ ആം നോട്ട്. ബട്ട് ഐ ആം നോട്ട്. എന്നാൽ ഞാൻ ക്ഷീണിതനല്ല. ബട്ട് ഐ ആം നോട്ട്. ബട്ട് ഐ ആം നോട്ട് എന്ന് പറഞ്ഞാലോ? ബട്ട് പക്ഷേ ഞാനല്ലെന്ന്, എന്നതല്ലെന്ന്, ക്ഷീണിതൻ അല്ല. ഇങ്ങനെ മറുപടി പറയാം. ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിതനാണെന്ന് പറയുന്ന ഒരാളോട് യോജിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഞാനും എന്ന് പറഞ്ഞാല്. അല്ല, ഞാനും അതെ എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ അതേ അവസ്ഥയാണ് നമുക്കൊന്ന്. ബട്ട് ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ അല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിനോട് യോജിച്ച് പറയുകയും യോജിക്കാതെ പറയുകയും ചെയ്യുന്നത്. ഐ പ്രേ എവരി ഡേ. ഐ പ്രേ എവരി ഡേ എന്ന് പറഞ്ഞാലോ? ഐ പ്രേ എവരി ഡേ എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഐ പ്രേ എവരി ഡേ എന്ന് പറഞ്ഞാലോ? ഐ പ്രേ എവരി ഡേ എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്നു. ഒരാൾ നമ്മളോട് ഒന്നിച്ച് പറയുക ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അന്നേരം നമ്മള് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സോ ഇത് പറഞ്ഞ പോലെ ഞാനും എന്ന് പറയുന്നത് പിന്നെ ഇത് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് പറയാം ഇതൊരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിതനാണ് എന്ന് പറഞ്ഞാല് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് സോ ആം ഐ എന്ന് പറയാം. ഇത് ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും ചെയ്യും എന്ന് ഒരർത്ഥം വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് ആൻസർ. അതെങ്ങനെ പറയും? പക്ഷെ ഞാൻ ചെയ്യല്ലെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്നാണെങ്കിൽ ഓക്കെ. ഇല്ല എങ്കിലോ? ബട്ട് ഐ ഡോണ്ട്. എന്ന് പറഞ്ഞാലോ? പക്ഷെ ഞാൻ ചെയ്യലെന്ന്. ബട്ട് ഐ ഡോണ്ട്. പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് എന്ന് പറയുന്നുള്ളൂ. നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഈ ശരിക്കും നമ്മൾ കുറഞ്ഞ രീതിയിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം നമ്മൾ വേർഡ്സ് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ലഘുവായ രീതിയിൽ സംസാരിക്കുന്നതാണ്. പക്ഷെ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല. അവളും ഇല്ലെന്ന് പറയണം, അവളും പ്രാർത്ഥിക്കാറില്ലെന്ന് പറയണം. അങ്ങനെ അതെങ്ങനെയാ പറയുന്നത്? ഇവിടെ ഡോണ്ട് എന്ന് വന്നു, അന്നേരം അവളില്ലെന്നാണ് പറയേണ്ടതെങ്കിലോ? പക്ഷെ അവൾ പ്രാർത്ഥിക്കാറില്ലെന്ന്. ബട്ട് ഷീ, ഡോണ്ടിന്റെ സ്ഥാനത്ത് ഡസിന്റ് എന്ന് വരും. ബട്ട് ഷീ ഡസിന്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ അവൾ പ്രാർത്ഥിക്കാറില്ല. എന്ന് പറഞ്ഞു. അവൾ പ്രാർത്ഥിക്കാറില്ലെന്ന്. ഐ പ്രേ എവരി ഡേ എന്ന് പറഞ്ഞു, ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ബട്ട് ഐ ഡോണ്ട്, പക്ഷെ ഞാനില്ല. ബട്ട് ഷീ ഡസിന്റ്, അവൾ പക്ഷെ അവൾ പ്രാർത്ഥിക്കാറില്ല. ഇതാണ് ഈ ഡോണ്ടും ഡസിന്റും വരുന്ന വ്യത്യാസം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത് നമ്മളൊരു കാര്യം പറയുന്ന ക്വസ്റ്റ്യനും അതുപോലെ ആൻസറും ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഓക്കെ.
ഓക്കെ, ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ വെർബുകൾ മാറ്റി സംസാരിച്ചാൽ മതി. ഇതുപോലെ ചില കാര്യങ്ങളെങ്കിലും സംസാരിക്കുന്നതോടൊപ്പം അതിൻ്റെ ആൻസറും കൂടി, ചോദ്യം മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മളോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ മറുപടി പറയണം എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതുപോലെ നമുക്ക് കുറച്ച് വാക്കുകൾ, നമ്മുടെ ലഘുവായ കുറേ വാക്കുകൾ, നമുക്ക് സിമ്പിൾ സെന്റൻസസ് കുറേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് അധികം താമസിക്കാതെ തന്നെ ഇതിനടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ട്രൈ ടു സീ ദ ക്ലാസ്സസ്, ട്രൈ ടു യു ആർ നോട്ട് വിത്ത് സമയത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം പലരും ഈ ക്ലാസ്സുകൾക്ക് അധികം സമയം ചെലവഴിക്കാൻ വേണ്ടി ആർക്കും തന്നെ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലും ഈ ക്ലാസ്സിന് ദൈർഘ്യമേറിയത്. പിന്നെ മാക്സിമം ഈ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പറയുന്നതനുസരിച്ച് സംസാരിക്കുവാൻ കൂടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് as early as possible. Bye.